മിസ് മൈക്ക് മ്യൂട്ടാണോ? ഓക്കെ 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 ശരി, സോറിടാ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് SDD ആൻഡ് STT അല്ലേ? അപ്പോൾ STD എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഗ്രാമറിന്റെ കൂടെ സെമാൻറ്റിക് റൂൾസ്, ഗ്രാമർ പ്ലസ് അതിന്റെ സെമാൻറ്റിക് റൂൾസും കൂടെ ഫോം ചെയ്യുന്നതാണ് SDT എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ. നിങ്ങൾ ഇത് നോക്കിയേ, ഇത് നമ്മളൊരു ഗ്രാമറാണ്. E derives E plus T, F derives ID. ഈ തന്നിരിക്കുന്ന ഗ്രാമർ ഇതൊരു ഗ്രാമറാണ്. ഇനി ഇതിന്റെ കൂടെ എന്ത് സെമാൻറ്റിക് ആക്ഷൻസ്, വാട്ട് കൈൻഡ് ഓഫ് സെമാൻറ്റിക് ആക്ഷൻസ് ഐ ഹാവ് ടു പെർഫോം, ഇഫ് ഐ എം സ്പെസിഫൈയിങ് ഇറ്റ് വി വിൽ കോൾ ഇറ്റ് ആസ് സെമാൻറ്റിക് ആക്ഷൻ. അപ്പോൾ E derives E plus T, you have to print plus. This is semantic action. F derives ID, print ID dot value. This is semantic action. This is known as SDT. Now what about SDD? If you are given with an action and if you are attaching the attribute value corresponding to that attribute, we will call it as SDD. മനസ്സിലായോ? എന്ത് ആക്ഷൻ പെർഫോം ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ SDT എന്ന് വിളിക്കും, അതായത് സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ. സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ അറ്റാച്ചിങ് the attribute values along with their attribute. Normally what kind of values we can add for that attribute? May be either number or type table reference or a string. That can be anything. അപ്പോൾ ഇവിടെ E1 E2 ET എന്നൊക്കെ പറയുന്ന ഓരോ ടെർമിനൽ ആട്രിബ്യൂട്ട്സ് ആണ്. ഈ ടെർമിനൽ ആട്രിബ്യൂട്ട്സിനോട് കൂടെ ഞാൻ കോഡ് വാല്യൂ അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് നോൺ ആസ് SDT. ഇനി അതിന് ഒരു ആക്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? SDT എന്ന് വിളിക്കും. ഓക്കെ, so see the difference. SDD specify the values of the attributes by associating the semantic rules with the production. SDT scheme embed program fragment, also called semantic action, within the production bodies. And SDD is actually easier to read and easy specification, and SDT scheme actually it is more efficient and it is easy for the implementation. Okay, now we will see some example and we'll move into it. Okay, ഇന്നലെ നമ്മളൊരു എക്സാമ്പിൾ ഡിസ്കസ്, ഒരു സാമ്പിൾ എക്സാമ്പിൾ പറഞ്ഞിട്ടില്ലേ, ഏതായിരുന്നു? ഇതല്ലേ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ. 2 + 3 * 4നെ എങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നു? ഈ ഇപ്പോൾ തന്നിരിക്കുന്ന റൂളിനെ നമ്മൾ എങ്ങനെ, ഇതിപ്പോൾ തന്നിരിക്കുന്ന ഒരു ഗ്രാമറാണ്, ഇതിനെ എങ്ങനെ SDDയിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നല്ല പറഞ്ഞതല്ലേ നമ്മൾ? E derives E plus T, T derives T plus F ഒക്കെ ആണെങ്കിൽ എങ്ങനെ അതിനെ SDDയിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. So now we will consider another example. Let us just consider an example. Example is like this. Consider 2 + 3 * 4. So what is the output of this? എന്താ ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്താ കിട്ടുക? എന്താണ് ഇതിന്റെ റിസൾട്ട്? എന്താ? someone please comment. ഞാൻ അപ്പത്തേക്ക് റൂൾ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇതിന്റെ റിസൾട്ട് ഇതെങ്ങനെ, ഇതിന്റെ ഇവാലുവേഷൻ ഓർഡർ എങ്ങനെ പിള്ളേരെ? This is very bad. You are not replying this. This is very bad. 2 + 3 * 4. Which activity will be occurred first here? മക്കളെ 2 + 3 × 4 എന്ന് പറഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് എന്താ?
14. Okay. So how we are doing it? 3 star 4 will be executed first, and this will be added with 2. Then 2 plus 12, you will get the result like this. So this is our grammar. ഞാൻ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു എക്സ്പ്രഷൻ ആണ്. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് എസ് ഡി ഡി എങ്ങനെ എഴുതാന്ന് പറഞ്ഞേ, നമ്മൾ ഇന്നലെ ഓൾറെഡി പറഞ്ഞതാണ്. ഇ ഡോട്ട് വാല്യൂ ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് വാല്യൂ പ്ലസ് ടി ഡോട്ട് വാല്യൂ or E dot value is equal to T dot value. Next is T dot value is equal to T dot value star F dot value. T dot value is equal to F dot value. Right? Next, F derives num into the F dot value is equal to num dot L value. ഇതാണ് num dot L value. So this is the corresponding SGD, right? അപ്പോൾ ഇതാണ് എന്ത്, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാമറിന്റെ corresponding. ഇതാണ് നമ്മുടെ ഗ്രാമർ. So this is the SGD. And if I am telling what operations, E derives E plus T, that means I have to do addition operation plus print plus. അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ആണ് പറഞ്ഞാൽ നമ്മൾ ഇതിന് എന്ത് പറയും? ദിസ് ഈസ് ആക്ച്വലി നോൺ ആസ് SDT എന്ന് വിളിക്കും. ഓക്കെ, ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ദ SDD. What I'm going to do is like, so here the number token and lexical values are actually actual values. Here what I'm going to do is like, I'm generating the tree, past tree for this. എങ്ങനെ ഇതിന്റെ past tree വരക്കുക? ഈ തന്നിരിക്കുന്ന ഗ്രാമറിന്റെ past tree എങ്ങനെ വരക്കണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പ്രീവിയസ് ഗ്രാമറിന്റെ എങ്ങനെ വരച്ചത് നോക്കിയേ. ഇ ഡിറൈവ്സ് ഇ പ്ലസ് ടി. അപ്പോൾ ഈ എസ് ജി ഡിന്റെ വരക്കുന്ന സമയത്ത് എങ്ങനെ വരക്കും ഞാൻ? ഇ ഡോട്ട് വാല്യൂ, ഇ ഡോട്ട് വാൽ is equal to ഇ ഡോട്ട് വാൽ പ്ലസ് ടി ഡോട്ട് വാൽ. ഈ തന്നിരിക്കുന്ന ഗ്രാമർ ഇതാണ് ഇ. ഈ ഞാൻ എന്തായാലും എക്സ്പാൻഡ് ചെയ്യുന്ന ഇ പ്ലസ് ടി. ഇത് ഇ മാത്രം വരില്ല, അതിന് പകരം എന്ത് വരും? ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് വരും രണ്ടിന്റെയും കൂടെ. റൈറ്റ്? ഇ ഡിറൈവ്സ് ഇ പ്ലസ് ടി. ഇനി ഇനെ അഗെയിൻ വാട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഐ ഹാവ് ഗിവൺ ഫോർ ദ പ്രീവിയസ് വൺ. ഓക്കെ, ഇക്ക് പകരം ഞാൻ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? ടി. റൈറ്റ്? ദ സെയിം തിങ് ഹിയർ ഓൾസോ ഐ എം ഡൂയിങ് ടി. സോ സിംപ്ലി ഐ കനോട്ട് റൈറ്റ് ടി ഹിയർ ബിക്കോസ് ഇറ്റ് ഈസ് an SDD. So I am drawing an outer past tree. T dot val എന്ന് എഴുതും. റൈറ്റ്? ഇനി ഈ ടിക്ക് പകരം അടുത്ത് എന്ത് എഴുതും? ടീനെ ഞാൻ എന്തായിട്ട് അടുത്ത സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ പ്രീവിയസ് ഗ്രാമറിൽ. ടി എഫ്. അപ്പൊ ഇവിടെ എന്ത് എഴുതണം ഞാൻ? കമാൻഡഡ് ടി ഡോട്ട് വാൾ. ദെൻ നെക്സ്റ്റ് ഇറ്റ് വിൽ ബി ടി വിൽ ബി റീപ്ലേസ്ഡ് ആസ് T will be replaced as Masna, Aneka, Neha. Okay, F dot val. Sure, very good. F dot val. E F dot val na ഞാൻ എന്ത് എഴുതും? I'll write L value, that is the number. What is the number here? T star F. T എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ, എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ. T to F dot val. F dot val, that is to number. This is to number. Okay. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ട്രീനെ ടോപ്പ് ടു ബോട്ടം ലെഫ്റ്റ് ടു റൈറ്റ് ട്രാവേഴ്സ് ചെയ്യാൻ പോവാണ്. Okay, what I'm doing, I'm going to traverse the tree from top to bottom. Top to bottom എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? ഇ ഡോട്ട് വാൽ എന്ന് വന്നു. അതിനുശേഷം എന്താ? ഇ ഈസ് റീപ്ലേസിംഗ് വിത്ത് ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ടി ഈസ് റീപ്ലേസിംഗ് വിത്ത് എഫ്. എഫ് ഈസ് റീപ്ലേസിംഗ് വിത്ത് നം. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു നമ്പറിനെ നമ്മൾ എഫിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് റിഡക്ഷൻ അല്ലേ വരിക?
നമുക്കിപ്പോ ഒരു നമ്പർ ഇപ്പൊ ഐ ഡിയും തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ ബോട്ടം ഓപ്പിലേക്ക് വരുന്ന സമയത്ത് ഐ ഡിനെ നിങ്ങൾ എന്ത് എഴുതും? എഫ് എന്ന് എഴുതില്ലേ? ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ റിഡക്ഷൻ, റൈറ്റ്? സോ ഹിയർ യു ആർ ഗെറ്റിംഗ് എ റിഡക്ഷൻ. Here what is the number I am reading here? 2. So I am just reducing that number id or number to f. So what will be the value for f dot value here? What value the f dot value will take? എന്താ ചെയ്യുന്നത്? നമ്മൾ സാധാരണയായിട്ട് ഐ ഡി മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടം ടു ടോപ്പിലേക്ക് പോകുന്ന കേസിൽ നമ്മൾ ഇവിടെ എന്ത് ആക്ഷനാ പെർഫോം ചെയ്യുക? ദിസ് ഈസ് ജസ്റ്റ് എ റിഡക്ഷൻ. So reduction action is performed, and what is the value that this f dot value attribute will take? ഏത് വാല്യൂ ടേക്ക്? ഇവിടെ നമ്മിന്റെ വാല്യൂ ഏതാണ് അത് തന്നെയല്ലേ ഇവിടെയും വരിക. So f dot value will take the value 2 here. Okay, will go up top to bottom, left to right അല്ലേ പോകുന്നത്. So again f is reducing to t. So what the t dot value will take? What will be the value the attribute t dot val will take? ഈ ടി ഡോട്ട് വാല്യൂ എന്ത് വാല്യൂ എടുക്കും ഇവിടെ? എഫ് ഡോട്ട് വാല്യൂ 2 ആണെങ്കിൽ ടി ഡോട്ട് വാല്യൂന്റെ വാല്യൂ എന്തായിരിക്കും? അത് തന്നെയല്ലേ പാസ് ചെയ്യുന്നത്. സോ ടി ഡോട്ട് വാല്യൂ ഓൾസോ വിൽ ടേക്ക് 2. അത് തന്നെയാണ് ഞാൻ എങ്ങോട്ടേക്കും പാസ് ചെയ്യുന്നത്? അടുത്ത ട്രീയിലേക്കും പാസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡോട്ട് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗെറ്റിംഗ് 2. ക്ലിയർ? നെക്സ്റ്റ് വാട്ട് ഐ എം ഡൂയിങ്? ഐ എം ട്രാവേഴ്സിംഗ് plus operation, but nothing to do here. Next I am finding t dot value, but no value in t dot val. Next I'll go to t dot val, no value here, will go down f dot val, here also no value attached. Now num is equal to 3. ഇവിടെ num is equal to 3 എന്ന് ഫൈൻഡ് ചെയ്തു. പക്ഷെ ഞാനതിന് ട്രാവേഴ്സ് ചെയ്ത് വരുന്ന കേസിൽ ടോപ്പ് ടു ബോട്ടം പോയി തിരിച്ച് ലെഫ്റ്റ് ടു റൈറ്റ് ട്രാവേഴ്സ് ചെയ്യുന്ന കംപ്ലീറ്റ് ചെയ്യുന്നല്ലേ. അപ്പൊ ഇവിടെ എഫ് ഡോട്ട് വാല്യൂ എത്തും. ഈ എഫ് ഡോട്ട് വാല്യൂ എത്തുന്ന സമയത്ത് ഈ നമ്പറിന്റെ വാല്യൂ ഏത് വാല്യൂ എടുക്കുക? ഇവിടെ വിച്ച് ഇസ് ദ വാല്യൂ ഫോർ ദ പ്രീവിയസ് നമ്പർ? ഐ ഡിക്ക് ഏത് വാല്യൂ എടുക്കണം ഇവിടെ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, 3. വെരി ഗുഡ്. എഫ് ഡോട്ട് വാല്യൂ 3 ആയി. ഇനി അടുത്ത കേസിലോ? അതായത് റിഡക്ഷൻ ആയതുകൊണ്ടാണ് ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അടുത്ത കേസിൽ എഫിനെ ഞാൻ ടിയിലേക്ക് റെഡ്യൂസ് ചെയ്തു. അപ്പൊ ടി ഡോട്ട് വാല്യൂവിന് എന്ത് വാല്യൂ കിട്ടും? 3. വെരി ഗുഡ്, 3 കിട്ടി. ഇനി അടുത്ത എന്താ? അടുത്ത ഓപ്പറേഷൻ എന്താ? ഐ എം ജസ്റ്റ് ഫൈൻഡിങ് ഇൻ സ്റ്റാർ ഓപ്പറേറ്റർ. പക്ഷെ സ്റ്റാർ ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ 3 സ്റ്റാർ എന്ന് പറഞ്ഞതിനെ കൂടെ ഒന്നും ചെയ്യാനാവില്ല. ഇറ്റ് ഈസ് എ ബൈനറി ഓപ്പറേറ്റർ. അപ്പൊ അടുത്ത ഓപ്പറേറ്ററിന് പോകുന്ന സമയത്ത് ഇറ്റ് ഈസ് ജസ്റ്റ് എൻ എഫ് വാല്യൂ, നോ വാല്യൂ അറ്റാച്ച്ഡ് ഹിയർ. നെക്സ്റ്റ് യു ആർ ഫൈൻഡിങ് നം. ദാറ്റ് മീൻസ് യു ആർ ഗെറ്റിംഗ് എ വാല്യൂ ഓവർ ഹിയർ. ഇറ്റ് ഈസ് 4. സോ വാട്ട് യു ആർ ഡൂയിങ്? യു ആർ ജസ്റ്റ് reducing it to f dot value will take the value 4. ഇനി അടുത്ത ഓപ്പറേഷൻ എന്താ പെർഫോം ചെയ്യുക? അടുത്ത ടി ഡോട്ട് വാല്യൂ വരുന്ന കേസിൽ ഇവിടെ ടി ഡോട്ട് വാല്യൂന് എന്താ വാല്യൂ കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ റെഡ്യൂസ് ചെയ്ത് ഇവിടെ എത്തി. ഇവിടെ ടി ഡോട്ട് വാല്യൂവിന്റെ വാല്യൂ എന്താന്ന് പറഞ്ഞു? ടി ഡോട്ട് വാല്യൂവിന്റെ വാല്യൂ എന്താണ് ഇവിടെ വരിക? വെരി ഗുഡ്. എങ്ങനെയാ അത് എടുക്കുന്നത്? അതായത് ഇപ്പൊ ഞാൻ ഫൗണ്ട് ചെയ്ത് ടി സ്റ്റാർ എഫ് ആണ്. ടി സ്റ്റാർ എഫിനെ ഞാൻ റെഡ്യൂസ് ചെയ്തിട്ട് എങ്ങോട്ടേക്കാണ് റെഡ്യൂസ് ചെയ്യുക? ടിയിലേക്ക്, റൈറ്റ്? സോ 3 star 4 you will perform and the result 12 will be passed as the value for t dot val, right? ഇപ്പൊ ഓൾറെഡി ഇ ഡോട്ട് വാല്യൂല് 2 ഉണ്ട്, ടി ഡോട്ട് വാല്യൂല് 12 ഉണ്ട്. ഇനി ഇ പ്ലസ് ടി യു വിൽ പെർഫോം ടു. ഇനി ഇ പ്ലസ് ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ റെഡ്യൂസ് ചെയ്തിട്ട് എന്ത് എഴുതും? അതിനെ ഇ എന്ന് എഴുതല്ലേ ചെയ്യുക. ഇ പ്ലസ് ടീനെ റെഡ്യൂസ് ചെയ്തിട്ട് ഇ എഴുതുക ചെയ്യുക. അപ്പോൾ 12 plus 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ this will take the value 14. This is actually the operation that is happening from top down parser. Top down parser വരുന്ന കേസിൽ അതിന്റെ ഇവാലുവേഷൻ പ്രോസസ് ഇങ്ങനെയാണ് ശരിക്കും നടക്കുന്നത്. ഓരോ വാല്യൂസും f dot value എന്ന് വെച്ചാൽ value of the attribute. So every non-terminal will be associated with an attribute. 0 or more attributes will be there. Every time whenever we are finding it, we will get a value. So whenever you are getting whenever there is a reduction, check the production and the carry out corresponding action. നമ്മളിപ്പോ നമ്മന്ന് എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ? That is a reduction. So that during that time f dot value will take the value of number. ഇനി ടി സ്റ്റാർ എഫ് വന്നാലോ
you will perform the action computing the values of t dot value and f dot value 3 star 4 perform ചെയ്യും. ആ വാല്യൂ അതിന്റെ തൊട്ട് മുകളിലത്തെ റിഡക്ഷനിലേക്ക് എടുക്കും. അപ്പോൾ റിഡക്ഷൻ വരുമ്പോഴാണ് whenever there is a reduction you will check the production and carry out the corresponding action. So here you are following a depth first search order, that is top down left to right. അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ഡെപ്ത് ഫസ്റ്റ് അല്ലേ ചെയ്യുന്നത്? പോയ ഓർഡർ എങ്ങനെയാ? എവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് ഇങ്ങനെ 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 ഇതല്ലേ? അതായത് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ഓർഡർ ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ റിഡക്ഷൻ വരുന്ന സമയത്ത് whenever there is a reduction, check the production and you will carry out the corresponding action. ക്ലിയർ ആണോ? ഈ പറഞ്ഞത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യൂ. ഓക്കെ. ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് നിങ്ങളടുത്ത് വേറൊരു എക്സാമ്പിൾ ആണ്. ഇൻഫിക്സ്ഡ് പോസ്റ്റ് ഫിക്സ്. ഇതും എപ്പോഴും ചോദിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഇതും പഠിക്കണം. ഇതുപോലെ അടുത്ത ഈ രണ്ട് എക്സാമ്പിൾ എപ്പോഴും എക്സാം പോയിന്റ് ഓഫ് വ്യൂ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇൻഫിക്സ്ഡ് പോസ്റ്റ് ഫിക്സ് കൺവേർഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന്റെ കറസ്പോണ്ടിങ് SGT ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഓക്കെ. E derives E plus T. ഇത് ഗ്രാമർ ആണ്. ഇതിന്റെ കൂടെ ഞാൻ ഇതിന്റെ സിന്റാക്സ് റൂൾ ആണ് എഴുതാൻ പോകുന്നത്. വാട്ട് ആക്ഷൻ ഹാസ് ടു പെർഫോം. പ്രിന്റ് പ്ലസ്. ഇത് ഗ്രാമർ. ഈ തന്നിരിക്കുന്നത് ഗ്രാമർ. ഇത് ഗ്രാമർ ആണ്. ഇത് അതിന്റെ കറസ്പോണ്ടിങ് ആക്ഷൻ. എന്ത് ആക്ഷൻ പെർഫോം ചെയ്യണം? ഇത് ഗ്രാമർ, ഇത് ആക്ഷൻ. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇതിനെ SGT എന്ന് വിളിക്കുന്നത്. ഓക്കെ. ബാർ ടി derives T star F bar F print star F ആണ് വരുന്നത്. do nothing. F derives number. printf num dot L value. വായിക്കാൻ പറ്റുന്നല്ലേ? E derives E plus T, print plus. സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ do nothing. T derives T star F, print F. അപ്പൊ ഞാൻ ഇവിടെ പെർഫോം ചെയ്യേണ്ട ഓരോ ആക്ഷനും നമ്പർ ചെയ്യുവാണ്. ഈ തന്നിരിക്കുന്ന ആക്ഷൻസിനൊക്കെ ഞാൻ നമ്പർ ചെയ്തിട്ട് ഇങ്ങനെ എഴുതുവാണ്. ഇത് ആദ്യത്തെ ആക്ഷൻ ആണല്ലോ. സോ ഐ എം ജസ്റ്റ് നമ്പറിങ് ഇറ്റ് as 1. This is 1. This is second action. This is third action. This is fourth action. This is fifth action. Okay. ഇതുവരെ ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? Okay, I'm just writing a grammar and corresponding actions I have written. I am just numbering it. Okay. So next you are given with an expression called American expression is 2 plus നമ്മൾ നേരത്തെ എക്സ്പ്രഷൻ തന്നെ 2 plus 3 star 4. ഇതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ പോസ്റ്റ് ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ. പോസ്റ്റ് ഫിക്സ് എന്ന് വെച്ചാൽ എങ്ങനെ വരിക? ഇതിന്റെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ഒന്ന് ടൈപ്പ് ചെയ്തേ. എന്നാലല്ലേ ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുക നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. Just give me the answer for the postfix expression corresponding to this. Okay. അറിയില്ലേ? അറിയുന്ന പോലെ പറഞ്ഞാൽ മതി. തെറ്റിയാലും കുഴപ്പമില്ല. എങ്ങനെയാണ് ഇതിനെ പോസ്റ്റ് കൺവേർട്ട് ചെയ്ത് എന്താ കിട്ടുക? 2 plus 3 star 4. ആദ്യം ഇവിടെ ചെയ്യുന്ന ആക്ഷൻ ഏതാ? 3 star 4. 3 star 4 പോസ്റ്റ് ഫിക്സ് എന്താ? 3 4 സ്റ്റാർ. ഓക്കെ. ഇത് കഴിഞ്ഞു. ഇനി 2 plus this 1. അപ്പൊ എന്ത് കിട്ടും? A plus B എന്ന് പറഞ്ഞാലുള്ള പോസ്റ്റ് ഫിക്സ് എന്താ? AB plus. അതാണ് ഞാനിപ്പോ എഴുതിയത്. ഇത് കഴിഞ്ഞു. അടുത്തതോ 2 3 4 സ്റ്റാർ പ്ലസ് കിട്ടും. മനസ്സിലായോ? ശ്രീഷ്മ, അഞ്ജിത, ഷിറോണ, നിതിൻ, നഫ, സഹല, വിഷ്ണു. ഓക്കെ.
ഇപ്പൊ ഇതൊക്കെ അല്ലേ? ഈ കൺവേർഷൻ മനസ്സിലായല്ലോ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ഗ്രാമർ നേരത്തെ അതേ ഗ്രാമർ തന്നെ, പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ആട്രിബ്യൂട്ട് എസ് ഡി ടി എന്ന് പറഞ്ഞത്, ഞാൻ ഇവിടെ എസ് ഡി ടി അതിന്റെ ആക്ഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഞാൻ ഇതിന്റെ ട്രീ വരയ്ക്കാൻ പോവാണ്. ഞാൻ ബ്ലൂ എടുക്കാം. ഇ ഡിറൈവ്സ് ഇ പ്ലസ് ടി. ഇവിടെ ആട്രിബ്യൂട്ട്സ് ഒന്നും തന്നിട്ടില്ലല്ലോ. ഞാൻ ജസ്റ്റ് റൈറ്റിംഗ് ദി ഗ്രാമർ ആൻഡ് വിൽ ട്രാവേഴ്സ് ഇറ്റ്. ഇ ഡിറൈവ്സ് ഇ പ്ലസ് ടി. ഇതിന്റെ കൂടെ ഞാൻ പെർഫോം ചെയ്യേണ്ട ആക്ഷൻ ഏതാ? ഏത് ആക്ഷനാണ് പെർഫോം ചെയ്യേണ്ടത് ഈ ഗ്രാമർ വന്നു കഴിഞ്ഞാൽ? നോക്കൂ, ഈ ഇ ഡിറൈവ്സ് ഇ പ്ലസ് ടിന്റെ കൂടെ ഞാൻ പെർഫോം ചെയ്യേണ്ട ആക്ഷൻ ഏതാ? നമ്പർ ചെയ്ത ആക്ഷന്റെ നമ്പർ പറയൂ നമുക്ക് പിള്ളേരെ. ഇ ഡിറൈവ്സ് ഇ പ്ലസ് ടി പ്രിന്റ് പ്ലസ് ദാറ്റ് ആക്ഷൻ നമ്പർ ഐ എം നമ്പറിംഗ് ഇറ്റ് as 1. So I'm just writing 1 here. That means whenever I am finding e derives e plus t, I have to perform the action 1. That is print plus. Okay. So now you are finding. നമ്മൾ എങ്ങനെ traversing? Top to bottom, left to right. അപ്പോ e വന്നു. ഇനെ ഞാൻ എങ്ങോട്ടേക്ക് അടുത്ത എന്തായിട്ട് റെഡ്യൂസ് ചെയ്യും? എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യും ഇനെ? നോക്കൂ, ഗ്രാമർ നോക്കൂ. ഇക്ക് ഏത് റീപ്ലേസ്മെന്റ് ഇവിടെ കൊടുക്കാൻ പറ്റുക? If you people are not answering, it will be very difficult for me to understand whether you are following it or not. Okay, very good. E derives t. Okay, so I'm just writing t here. And then a corresponding action in the. If I'm writing e derives t, what action I have to perform here? What is the number of it? ഞാൻ എങ്ങനെ നമ്പർ ചെയ്തിട്ടുള്ള ആ ആക്ഷന് 2 എന്നല്ലേ? Okay, very good. So I'm just writing 2. Okay. Now ടി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഞാൻ എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ടീന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ എഴുതാൻ പോകുന്നത് എഫ് ആണ്. എഫ് ആണെങ്കിൽ അതിന്റെ ആക്ഷൻ നമ്പർ എത്രയാ? ആക്ഷൻ നമ്പർ നോക്കൂ, 4. സോ ഐ എം റീപ്ലേസിംഗ്, ഐ എം ജസ്റ്റ് ആഡിങ് 4 ഹിയർ. ഇനി എഫ് ആണെങ്കിലോ, എഫ് ഈസ് റീപ്ലേസിംഗ് വിത്ത് നമ്പർ. അതിന്റെ ആക്ഷൻ നമ്പർ എത്രയാ? നോക്കൂ, അതിന്റെ ആക്ഷൻ നമ്പർ 5. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇനി ട്രാവേഴ്സ് ചെയ്ത് ടോപ്പിലേക്ക് പോകുന്ന സമയത്ത് അടുത്ത എന്താ? ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തു 5. ഓക്കെ, അടുത്ത ടിയിലെത്തും. റൈറ്റ്? ടീനെ ഞാൻ എന്ത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം? ടി സ്റ്റാർ എഫ്. ഈ ടി സ്റ്റാർ എഫിന്റെ ആക്ഷൻ നമ്പർ എത്ര നോക്കൂ? ഇറ്റ് ഈസ് 3. സോ ഐ എം അറ്റാച്ചിങ് 3 ഹിയർ. ഓക്കെ, അടുത്തതോ? This t will be replaced as നമ്മൾ normally f എന്ന് replace ചെയ്യും. That is action number 4. f is replacing with number. That is action number 5. നമ്മൾ ഓൾറെഡി ചെയ്താണ്, ഇത് തന്നെ. ഇനി ഈ f നെ എന്തായിട്ട് റീപ്ലേസ് ചെയ്യും? Replacing as number. This action number 5. Okay, ഞാൻ ട്രാവേഴ്സ് ചെയ്യാൻ പോവാണേ. Same thing I'm going to traverse. Check this. So I'm just finding E, okay. E derives E plus T. E, ഞാൻ top to bottom, left to right സ്കാൻ ചെയ്യുന്നു. E ഒന്നും ഒരു ആക്ഷൻ പെർഫോം ചെയ്യാനില്ല ഇവിടെ. നെക്സ്റ്റ് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നെക്സ്റ്റ് ആക്ഷൻ എന്താ? ടി എഫ് നം. ഇനി റിഡക്ഷൻ വരുമ്പോഴല്ലേ നമ്മൾ എന്ത് ആക്ഷൻ നോക്കണ്ടേ? ഇനി നമ്പറിനെ എഫിലേക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ആക്ഷനാ പെർഫോം ചെയ്യേണ്ടത് നോക്കൂ. ആക്ഷന്റെ പേരെന്താ? പ്രിന്റ് നം ഡോട്ട് എൽ വാല്യൂ. നമ്പറിന് ഞാൻ കൊടുത്തിട്ടുള്ള വാല്യൂ ഏതാണോ ആ വാല്യൂ പ്രിന്റ് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്. പ്രിന്റ് നം ഡോട്ട് എൽ വാല്യൂ. ഇവിടെ നമ്പറിന് കൊടുത്തിരിക്കുന്ന വാല്യൂ ഏതായിരിക്കും? നമ്പർ എടുക്കുന്ന വാല്യൂ ഏതായിരിക്കും? 2. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? print num dot l value. What is the num dot l value here? എന്തായിരിക്കും ഞാൻ പ്രിന്റ് ചെയ്യേണ്ടി വരും ഇവിടെ? പ്രിന്റ് ചെയ്യേണ്ട വാല്യൂ എന്താ? നമ്പറിന് കിട്ടുന്ന വാല്യൂ എന്താണ് ഇവിടെ? ആദ്യത്തെ നമ്പറിന് 2. ഓക്കെ, 2. അപ്പൊ ഞാൻ എന്ത് പ്രിന്റ് ചെയ്യും? ഞാൻ ഇത് ഔട്ട്പുട്ട് ബ്ലാക്കിൽ എഴുതുവാണേ. പെർഫോം ചെയ്യുന്ന ഓരോ ഔട്ട്പുട്ട് ഞാൻ ഇവിടെ എഴുതുവാണ്. 2 എന്ന് പ്രിന്റ് ചെയ്തു. അടുത്ത കേസിൽ എന്താ ചെയ്യേണ്ടത്? അടുത്ത ഞാൻ ട്രാവേഴ്സ് ചെയ്ത് മുകളിലേക്ക് പോകുന്ന സമയത്ത് ടീനെ ഫൈൻഡ് ചെയ്യുന്നു. പെർഫോം ചെയ്യേണ്ട ആക്ഷൻ നമ്പർ 4. ആക്ഷൻ നമ്പർ 4 എന്താ?
ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഡു നത്തിങ് എന്നാണ്. സോ ഐ എം ജസ്റ്റ് മൂവിങ് അപ്പ്. നെക്സ്റ്റ് ഐ എം ഫൈൻഡിങ് ടി. ടീന്റെ കൂടെയുള്ള അസോസിയേറ്റിംഗ് ഓപ്പറേഷൻ എന്താ? ഡൂയിങ് നത്തിങ്, ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അടുത്ത എന്താ? പ്ലസ്. അതിന് പ്രത്യേകിച്ച് ഓപ്പറേഷൻസ് ഒന്നും നമുക്ക് പറഞ്ഞിട്ടില്ല, റൈറ്റ്? സോ ഐ എം മൂവിങ് ടു ടി. സോ ടിയിൽ പ്രത്യേകിച്ച് ഓപ്പറേഷൻസ് ഒന്നും പറഞ്ഞില്ല. അതായത് ടി മാത്രം കിട്ടിയതിനെ കൊണ്ട് കാര്യമില്ല, നമുക്ക് ഈ ഓപ്പറേഷൻസ് റിഡക്ഷൻസ് വരണം. ഐ എം ജസ്റ്റ് ടീങ് ടു എഫിലേക്ക് റീപ്ലേസ് ചെയ്തു, എഫ് ടു നം. ഇനി നമ്പർ എന്ന് എഫിലേക്ക് റിഡക്ഷൻ വന്നു. ഇതൊരു റിഡക്ഷൻ മൂവാ, നമ്പർ ടു എഫ് അപ്വേർഡ് പോകുന്ന സമയത്ത്. സോ വാട്ട് ആക്ഷൻ ഐ ഹാവ് ടു പെർഫോം ദെയർ? പ്രിന്റ് എൽ വാല്യൂ, നമ്പർ ഡോട്ട് എൽ വാല്യൂ. ഇവിടെ എൽ വാല്യൂ പ്രിന്റ് ചെയ്യണം. വാട്ട് ഈസ് ദ നമ്പർ ഡോട്ട് എൽ വാല്യൂ ഹിയർ? ഇവിടെ നമ്പർ എടുക്കുന്ന വാല്യൂ എത്രയാ? ഇവിടെ നമ്പറിന് എടുക്കുന്ന വാല്യൂ എത്രയാ? 3 അല്ലേ? അപ്പോ ഓക്കെ, പെർഫോം ചെയ്യേണ്ട ആക്ഷൻ എന്താ? ഇതിന് കറസ്പോണ്ടിങ് നമ്പർ എഫിലേക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ പെർഫോം ചെയ്യേണ്ട ആക്ഷൻ എത്രയാ? 5. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ പ്രിന്റ് ദ വാല്യൂ. ഐ വിൽ പ്രിന്റ് 3. Okay, again I'll go up. I'll find action number 4. Action number 4 means doing nothing. So I'll not do anything. Again I'm finding star. There I'm not doing anything. Right? Again I'm finding F. No action. Again I'm finding num. Number F like reduce ചെയ്യുമ്പോൾ again ഏതാണോ നമ്പറിന് എടുക്കുന്ന വാല്യൂ നോക്കുക. ഏതാ നമ്പറിന് എടുക്കുന്ന വാല്യൂ? 4 ആണ്. ആ 4 ഏതിലേക്ക്? ആക്ഷൻ നമ്പർ 5 നോക്കുക. ഇവിടെ പെർഫോം ചെയ്യേണ്ട ആക്ഷൻ എത്ര? 5. 5 എന്ന് പറഞ്ഞ ആക്ഷൻ എന്താ? നം ഡോട്ട് എൽ വാല്യൂ പ്രിന്റ് ചെയ്യാനാ പറയുന്നത്. സോ വാട്ട് ഐ വിൽ പ്രിന്റ് ഹിയർ? ഐ വിൽ പ്രിന്റ് 4. ഓക്കെ, ഐ ഹാവ് പ്രിന്റഡ് ഇറ്റ്. നെക്സ്റ്റ് ഇതാ എഫിലെത്തി. ഇനി അടുത്ത ആക്ഷൻ എന്താ? ടി സ്റ്റാർ എഫിന് ടിയിലേക്ക് റെഡ്യൂസ് ചെയ്യാണ് പോകുന്നത്. ഈ ടി സ്റ്റാർ എഫിനെ അടുത്ത് ടിയിലേക്ക് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ആ റിഡക്ഷൻ മൂവിന് ഞാൻ അപ്ലൈ ചെയ്യേണ്ട ഓപ്പറേഷൻ എന്ന് വെച്ചാൽ 3 ആണ്. വാട്ട് ഈസ് 3? ആക്ഷൻ നമ്പർ 3 എന്താ നോക്കൂ. തന്നിരിക്കുന്നതിൽ ആക്ഷൻ നമ്പർ 3 എന്താ നോക്കൂ. Print. Okay, print star. So what I will do? I'll print star here and I'll move upward. Again T1 ലെത്തി. T1ന്റെ കൂടെ ഞാൻ പെർഫോം ചെയ്യേണ്ട ആക്ഷൻ എന്താ? 1 എന്ന് പറയുന്ന ആക്ഷൻ. What is the action number 1? Action number 1 എന്താ? Print plus. So I'll print plus and I'll reaching to E. That means I reached in the top. അപ്പോൾ നോക്കിയേ, നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താ? 2 3 4 star plus. So this is exactly the postfix notation for the infix that you have given. ഈ ഇൻഫിക്സിന്റെ postfix ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു SGT എഴുതുക. അപ്പോൾ the pass tree will be capable of converting the given infix expression to its corresponding expression if you are given the corresponding rule for every grammar. നമ്മൾ നേരത്തെ ഈ ഡിറൈവ് C+Tന്റെ കൂടെ ജസ്റ്റ് വാല്യൂ മാത്രമാണ് നേരത്തെ കൊടുത്തിരുന്നത്. നോക്കിയേ, ഈ ഡോട്ട് വാല്യൂ. അപ്പൊ ഞാൻ എന്താ ജസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ എന്താ തന്നിട്ടുള്ളത്? പ്രിന്റ് ടി, പ്രിന്റ് സ്റ്റാർ, പ്രിന്റ് എൽ വാല്യൂ, ഡു നത്തിങ് എന്ന് പറഞ്ഞ ആക്ഷൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് വിൽ ബി ഏബിൾ ടു പെർഫോം കറസ്പോണ്ടിങ് ആക്ഷൻസ്. ക്ലിയർ ആയോ ഈ പറഞ്ഞത്? ഈ പറഞ്ഞത് വരെ ഓക്കെ ആണോ? അപ്പൊ നമ്മൾ SDDയും കണ്ടു, SDTയും കണ്ടു. ക്ലിയർ അല്ലേ? അജ്മൽ, അനഘ, ശ്രീഷ്മ, മസ്ന, വിഷ്ണു, സാരംഗ്, സംഗീത്, സിനാൻ, ഇജാസ്, ഓക്കെ ആണല്ലേ? ശരി. അപ്പോൾ ഇതാണ് നോർമലി നമ്മൾ പറയുന്ന SDD ആൻഡ് STT കൺവേർഷൻ. നമുക്ക് സ്ലൈഡിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ, ഡിഫറൻസ് കണ്ടല്ലോ. ഇനി ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഈ തന്നിരിക്കുന്ന ഈ ഡിറൈവ് C+Tന്റെ കൂടെ പ്രിന്റ് ടി എന്ന് ഇട്ട് കഴിഞ്ഞാൽ അതൊരു SDT ആണ്. അതിന് പകരം ആട്രിബ്യൂട്ട് വാല്യൂസ് ലൈക്ക് ദിസ് E ഡോട്ട് കോഡ് ഇസ് ഈക്വൽ ടു E ഡോട്ട് കോഡ് പ്ലസ് T ഡോട്ട് കോഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ അത് കറസ്പോണ്ടിങ് SDD ആണ്. ഈ ഡിഫറൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ആദർശ്, നിതിൻ ബാബു, നേഹ, സഹല, അഞ്ജിത, ശ്രീഷ്മ ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ, അപ്പൊ STD STT നമ്മൾ ക്ലിയർ അല്ല? എനി ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, ഗുഡ് ഗുഡ്. അടുത്ത എന്താ?
So in order to construct a syntax directed translation, it's like constructing a parse tree, compute the values of the attributes at the node of the tree by visiting the node. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തത് ഇത്രയും നേരം. Then the class of SDTs are called L attribute and the class of SDT S are called S attribute translation. അതെന്താന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് രണ്ടും ചെയ്തല്ലോ. Constructing a tree, compute the values of the attributes at the node of the tree by visiting the tree. അത് നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അടുത്ത എന്താ ചെയ്യേണ്ടത്? സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ എന്താണെന്നറിയാം. SDD is a CFG along with attributes and rules, and attributes associated with grammar simple attribute grammar, rules are associated with productions. ഇനി നെക്സ്റ്റ് പറയുന്ന attributes എന്താണ്? Attribute is any quantity associated with a programming construct. For example, data type, line numbers, instruction details, and two kind of attributes. For a non-terminal A at a parse tree of a node n, there are two attributes. അതിൽ ആദ്യത്തെ attributeന്റെ പേരാണ് synthesized attribute. എന്താണ് attributesനെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. synthesized attribute എന്നും inherited attribute എന്നും. synthesized attributeന്റെ definition, it is defined by a semantic rule associated with a production at n. അതായത് synthesized attributes defined only in terms of attributes value at the children of n at the n itself. എന്താന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനി ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ് ആണെങ്കിലോ ഡിഫൈൻഡ് ബൈ ദ സെമാൻറ്റിക് റൂൾ അസോസിയേറ്റഡ് വിത്ത് പാരന്റ് പ്രൊഡക്ഷൻ. സിന്തസൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൈൻ ഓൺലി ഇൻ ടേംസ് ഓഫ് ദ ആട്രിബ്യൂട്ട് വാല്യൂസ് അറ്റ് ദ ചിൽഡ്രൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇൻഹെറിറ്റഡ് ആണെങ്കിൽ അസോസിയേറ്റഡ് വിത്ത് പാരന്റ്. നിങ്ങൾ ഇത്രയും ഓർമ്മിച്ചാൽ മതി. സിന്തസൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്തസൈസ്ഡ് പ്രൊഡക്ഷൻ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യും ചിൽഡ്രൻസിനെ മാത്രം. ഇൻഹെറിറ്റഡ് ആണെങ്കിൽ ഏതിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യും? പാരന്റ്സിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു സ്വന്തം എന്താ പറയാ, ഇപ്പൊ ഒരു പേഴ്സൺ he is meeting with an accident. Okay, that means that accident is happening to that particular person because of maybe his wrong driving. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണിനെ മാത്രമാണ്, റൈറ്റ്? ഇനി അയാൾക്കൊരു ഒരു ഒരു അസുഖം വരികയാണ്. ഇപ്പോൾ അയാൾക്ക് എന്താ പറയുക, ഷുഗർ, ഡയബറ്റിസ് മെലിറ്റസ് വരികയാണെന്ന് വിചാരിച്ചു, ഷുഗറിന്റെ അസുഖം. അപ്പോൾ അത് എന്തുകൊണ്ടാവാം? ദാറ്റ് മേ ബി ഇൻഹെറിറ്റഡ് ഫ്രം ദ പാരന്റ്സ്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇത്രയാണ്. സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു പെർട്ടിക്കുലർ ചിൽഡ്രൻ, നമ്മുടെ ഇപ്പൊ ഒരു നിങ്ങൾ തന്നെ ചിന്തിക്കുക. സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് എപ്പോഴും ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ദ ചിൽഡ്രൻ ഓഫ് എൻ ആൻഡ് ദാറ്റ് എൻ ഇറ്റ് സെൽഫ്, അത് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇൻഹെറിറ്റഡ് ആണെങ്കിൽ ദാറ്റ് മേ ബി ഫ്രം ദ പാരന്റ്. ഓക്കെ, ഇന്ന് അപ്പത്തെ ഇത്രയും മതി. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, അതെന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇത്ര ഓർത്ത് നോക്കുക. സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ that attribute will take the value from its right child, from its children node and from itself. അതിന്റെ പാരന്റിൽ നിന്നും കൂടി എടുക്കുകയാണെങ്കിൽ അതിനെ ഇൻഹെറിറ്റഡ് എന്ന് പറയും. ഓക്കെ, ആ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഫോർ ദ ടൈം ബീങ് ഐ സ്റ്റോപ്പ് ഹിയർ. ഓക്കെ.